കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ചതിൽ ഇടപെട്ട് ഹൈക്കോടതി. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥൻ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ദേവസ്വം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നും നിർദ്ദേശം. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, മുൻപ് നിരവധി സംഭവങ്ങളിൽ ഇതുപോലെയുള്ള ആനയിടഞ്ഞതിലൊക്കെ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടായതാണ്. ഇതിപ്പോൾ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു. കൊയിലാണ്ടിയിലെ സംഭവത്തിൽ രൂക്ഷ വിമർശനം തന്നെ കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദിവ്യ, സാധാരണഗതിയിൽ ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ആ വിഷയം പരിഗണിക്കുന്നത്. ഇതിപ്പോൾ ദേവസ്വം ബെഞ്ചിൻ്റെ വിഷയത്തിൽ ദേവസ്വം ബെഞ്ച് ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ആനക്കോട്ടയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്ന ദിവസം ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കോഴിക്കോട് കൊയിലാണ്ടി ഉണ്ടായ അപകടത്തിൽ 2 ആനകളും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതാണ് എന്നൊരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ഈ ലൈവ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേവസ്വം ബെഞ്ചാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. നേരത്തെ ദിവ്യ സൂചിപ്പിച്ചത് അത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു ഡിവിഷൻ ബെഞ്ചാണ്. ആ വിമർശനങ്ങൾ അവിടെ നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ചും പ്രത്യേകിച്ച് ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകളാണ് ഈ വിഷയത്തിൽ ഉള്ളത് എന്നുകൊണ്ട് ആ ലൈവ് സ്റ്റോക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണം. പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി കൈമാറണം. ആനയുടെ ഭക്ഷണം, യാത്ര, മറ്റു ക്രമീകരണങ്ങൾ ഉൾപ്പെടെ സൂക്ഷിച്ചിട്ടുള്ള രജിസ്റ്റർ സംബന്ധിച്ചിട്ടുള്ള രേഖകളും ഹാജരാക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ചില വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇത്രയധികം ദൂരം താണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട നിരവധിയായ മാനദണ്ഡങ്ങളുണ്ട്. അതെല്ലാം പാലിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കണം. ഒപ്പം തന്നെ എന്തിനാണ് ഇത്രയും ദൂരത്തേക്ക് ആനകളെ കൊണ്ടുപോകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കോടതി ഒരു കാര്യം കൂടി ഇതോടൊപ്പം തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോടാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. എന്തായാലും ആനയുമായി ബന്ധപ്പെട്ട ഭക്ഷണ യാത്രാ രജിസ്റ്ററുകളുടെ വിവരങ്ങൾ ഹാജരാക്കണം. എന്തായാലും ഗുരുവായൂർ ദേവസ്വത്തിനോടും വനം വകുപ്പിനോടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൊയിലാണ്ടിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ 3 പേർ മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നത്. ദേവസ്വം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ഹൈക്കോടതിയിൽ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളാണ് അഹമ്മദ് മുസ്തഫ നൽകിയത്.